Hey everyone, once again welcome to Wings Online. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 8ന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഏതാണ് ഫസ്റ്റ് ചാപ്റ്റർ? ദ മിസ്റ്റീരിയസ് പിക്ചർ ബൈ ചാൾസ് ഡേ കോസ്റ്റർ. അപ്പോൾ നമുക്ക് ഇതിന്റെ കഥ അറിയാം അല്ലേ? ടിൽ എന്ന് പറഞ്ഞ ഒരാള് വന്നിട്ട് ഈ പറയുന്ന ഒരു ബാറ്റൻബർഗിൽ വന്നിട്ട് ആരായി? അവിടുത്തെ കോട്ട് പെയിന്ററായി. ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന കാര്യമാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്ന് അവിടുത്തെ ഒരു കോട്ട് പെയിന്റർ ആവാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ അവിടുത്തെ കോട്ട് പെയിന്റർ ആവാന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന സ്വപ്നത്തിൽ നടക്കുമായിരിക്കും അല്ലേ? പക്ഷെ ഈ കഥ അനുസരിച്ച് എന്താണ്? ടിൽ എന്ന് പറയുന്ന ഒരാള് അവിടുത്തെ കോട്ട് പെയിന്ററായി. അപ്പൊ ആ ഒരു സ്റ്റോറിയൊക്കെ നമുക്കറിയാം. നമ്മൾ ഇതിന്റെ സമ്മറി വായിച്ചു, ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിച്ചു, എല്ലാം കുറെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താണ് എക്സാം ആണ് വരുന്നത്. അപ്പൊ എക്സാമിന് നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചെയ്താന്ന് അറിയണം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തു? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് നോക്കേണ്ട വേറെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒക്കെ നോക്കി, ഗ്ലോസറി ആണ്. എന്താണ് ഗ്ലോസറി? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുതിയതായിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ടാവും. അപ്പൊ ആ വേർഡ്സിന്റെ ഒക്കെ എല്ലാ മീനിങ്ങും നമുക്ക് അറിഞ്ഞിരിക്കണം എന്നില്ല അല്ലെ? എല്ലാം നമ്മൾ 7th സ്റ്റാൻഡേർഡിലൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ചിലതൊക്കെ പുതിയതായിരിക്കും, ചിലതിന്റെ സ്പെല്ലിംഗ് ഒക്കെ നമുക്ക് കുറച്ച് ഡൗട്ട് ആയിരിക്കും. അപ്പോൾ കുറച്ച് പുതിയ വേർഡ്സ് നമ്മൾ പഠിച്ചു. അതേപോലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ചാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് നോക്കാം. അപ്പോൾ 1 മാർക്കിൽ നമുക്ക് ഗ്ലോസറി എന്ന് വരുന്നത് ഈ പറയുന്നത് നോക്കിയേ, 1 2 3 4 5 5 വേർഡ്സ് ആണ് ഇപ്പൊ ടീച്ചർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിൽ കൂടുതൽ വേർഡ്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് എക്സാം ബേസിലാണ് ടീച്ചർ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വേർഡ് നോക്കാം. നോക്കിയേ, പോഞ്ച്. പോഞ്ച് എന്ന് പറയുന്ന ഒരു വാക്കാണ്, PAUNCH. പോഞ്ച് എന്ന് പറയുന്ന ഒരു വാക്കാണ് നമ്മുടെ ഫസ്റ്റ് വേർഡ്. അപ്പൊ ഈ വേർഡിന്റെ മീനിങ് എന്താ നോക്കാം. നോക്കിയേ, ബിഗ് ബെല്ലി. ബിഗ് ബെല്ലി എന്ന് വെച്ചാൽ എന്താ? കുടവയറാണ് സംഭവം അല്ലേ? നമ്മൾ മലയാളത്തിൽ എന്താ പറയും? കുടവയർ എന്ന് പറയുക. നമ്മൾ ഈ പറയുന്ന വയറ് ഭയങ്കര വലുതായിരിക്കും. അപ്പൊ ഈ കുടവയറുള്ള ആൾക്കാരുടെ വയറിനെ പറയുന്ന പേരാണ് പോഞ്ച്. എന്താണ്? മലയാളം മീനിങ് ആണല്ലോ കുടവയറാണ്. പക്ഷെ നമുക്ക് എക്സാമിന് പോഞ്ചിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ബിഗ് ബെല്ലി. ഇംഗ്ലീഷിൽ തന്നെ മീനിങ് എഴുതണം, മലയാളത്തിൽ എഴുതിയിട്ട് കാര്യമില്ല. ഇംഗ്ലീഷിൽ തന്നെ മീനിങ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ എന്താ? ബിഗ് ബെല്ലി. ബെല്ലി ഭയങ്കര വലുതാണ്. ഇതാണ് ഫസ്റ്റത്തെ വേർഡ്. സെക്കൻഡ് വേർഡ് നോക്കാം, ഫോർട്ട് നൈറ്റ്. എന്താണ് ഫോർട്ട് നൈറ്റ് എന്ന് പറഞ്ഞാൽ? കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കാരണം ഫോർട്ട് നൈറ്റ് എന്നുള്ളൊരു വാക്കും ഇതിന്റെ മീനിങ് തന്നെ പ്രത്യേകിച്ച് അങ്ങോട്ട് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത തരമാണ്. ഫോർട്ട് നൈറ്റിന് എന്ന് പറഞ്ഞാൽ എന്താ? 2 ആഴ്ചക്കാലം അല്ലെങ്കിൽ 14 ദിവസത്തിന് മൊത്തത്തിൽ നമ്മൾ എന്ത് പറയും? ഫോർട്ട് നൈറ്റ് എന്ന് പറയും. എന്താ പറയാ? ഫോർട്ട് നൈറ്റ് എന്നാണ് പറയുന്നത്. നോക്കിയേ, ഫോർട്ട് നൈറ്റ് 2 വീക്സ്, 2 ആഴ്ച. ഒന്നില്ലെങ്കിൽ 14 ഡേയ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? 2 വീക്സ്, 2 ആഴ്ച, 14 ദിവസമാണ് മൊത്തം. അപ്പോൾ ഇതിന് എന്ത് പറയും നമ്മള്? 2 വീക്സ് അല്ലെങ്കിൽ 14 ഡേയ്സ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ 2 ആഴ്ചക്കാലം എന്നാണ് പറയാം. അപ്പൊ വേണമെങ്കിൽ നമുക്ക് 14 ഡേയ്സ് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം? 2 വീക്സ് എഴുതാം. രണ്ടും സെയിം മീനിങ് ആണ്, പക്ഷെ മലയാളം എഴുതാൻ പാടില്ല. ഓക്കെ, അടുത്ത വാക്ക് നോക്കാം, ലോഫർ. വൺ ഹൂ വേസ്റ്റഡ് ഹിസ് ടൈം. വൺ ഹൂ വേസ്റ്റ് ഹിസ് ടൈം. അവനവന്റെ സമയമൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാതെ മടി പിടിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ? ചേട്ടൻ നമ്മുടെ ക്ലാസ്സിലൊക്കെ കുറച്ച് മടിയന്മാരുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ്? ആ സമയത്തിന്റെ വില ഒന്നും ചിലപ്പോൾ അവർക്ക് വലിയ വില ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് സമയത്തിന്റെ വില അറിയില്ലായിരിക്കും. അങ്ങനത്തെ കുറച്ച് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അവരെ പറയുന്ന വേർഡാണ് ലോഫർ. എന്താ പറയാ? ലോഫർ. എന്താണ് മീനിങ്? വൺ ഹൂ വേസ്റ്റ് ഹിസ് ടൈം. അവനവന്റെ സമയം കളയുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ലോഫർ. മലയാളം മീനിങ് നോക്കിയേ, അലസൻ അല്ലെങ്കിൽ ഒരു മടിയൻ എന്നൊക്കെയാണ് മലയാളം മീനിങ്. അടുത്ത വേർഡ് നോക്കാം, എനോർമസ്. എനോർമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനോർമസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, വെരി ലാർജ് അല്ലെങ്കിൽ ഭീമമായ, ഭയങ്കര വലുത് എന്നൊക്കെ പറയില്ല നമ്മള്. ഇപ്പൊ ഒരു എനോർമസ് പാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര വലുതാണ് സംഭവം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആളെ പറയുന്ന ഭയങ്കര വലുതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സംഭവം ഭീമമായ, ഭയങ്കര വലുതാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു ലാർജ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കുറച്ച് വലുത് അങ്ങനെ. പക്ഷെ എനോർമസ് എന്ന് പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അത്യാവശ്യം ഭയങ്കര വലുത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് എനോർമസ്. അടുത്ത വേർഡ് നോക്കിയേ, ഇതിന്റെ മീനിങ് വെരി ലാർജ് എന്നാണ് കേട്ടോ. അടുത്ത വേർഡാണ് സ്പ്ലെൻഡർ. എന്താണ് സ്പ്ലെൻഡർ? നോക്കിയേ, എക്സലൻസ് അല്ലെങ്കിൽ ശോഭയുള്ള, ഭയങ്കര തിളക്കുള്ള, ഭയങ്കര അടിപൊളി, അങ്ങനെയൊക്കെ പറയുന്ന സംഭവത്തിനാണ് നമ്മൾ സ്പ്ലെൻഡർ എന്ന് പറയും. എന്താണ് ഇംഗ്ലീഷ് മീനിങ്? എക്സലൻസ് എന്നാണ് ഇംഗ്ലീഷ് മീനിങ് വരുന്നത്. അപ്പൊ നോക്കിയേ, 5 വേർഡ്സ് സിമ്പിൾ വേർഡ്സ് ആണ് ഉള്ളതിൽ. കുറച്ച് വരാൻ സാധ്യതയുള്ള വേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഒരെണ്ണം ഇപ്പൊ പോഞ്ച് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പോഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എഴുതും? ബിഗ് ബെല്ലി. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 1 മാർക്ക് കിട്ടി. 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ മീനിങ്സ് ആയിരിക്കും മെയിൻലി ചോദിക്കാം. അപ്പൊ അടുത്തത് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. നോക്കിക്കോ, Till decided to write a letter to his friend to share his exciting experience with the Archduke. What would be the letter like?
റൈറ്റ് ഇറ്റ് ബിലോ. നോക്കിയേ, ആദ്യമായിട്ട് ഒരു ലെറ്റർ നമ്മൾ എഴുതാം. ആരാണ് എഴുതുന്നത്? ടില്ല് എഴുതാണ്. ആർക്കാണ് എഴുതുന്നത്? ടില്ലിന്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാന്ന് പറയാണ്. അപ്പോ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സംഭവം നോക്കാം. ടില്ലിന്റെ ഫ്രണ്ടിന് എന്തെഴുതാണ്? ലെറ്റർ എഴുതാണ്. എന്തിനെ പറ്റിയാണ് എഴുതണ്ടേ? ഈ പറയുന്ന ആരെ പറ്റി? ആർച്ച് ഡ്യൂക്ക്, അവിടുത്തെ ആ രാജാവിനെ പറ്റി, അയാളുടെ കൂടുതൽ എക്സ്പീരിയൻസിനെ പറ്റി ടില്ല് ആർക്ക് ലെറ്റർ എഴുതണം? ഈ പറയുന്ന ടില്ലിന്റെ ഒരു ഫ്രണ്ടിന്, ആരും ആയിക്കോട്ടെ ആ ഫ്രണ്ട്, ആ ഒരു ഫ്രണ്ടിന് ടില്ല് ഒരു ലെറ്റർ എഴുതാം കേട്ടോ. അപ്പോ എങ്ങനെയായിരിക്കും ആ ലെറ്റർ എന്ന് നിങ്ങളോട് ചോദിച്ചേക്കാണ്. അപ്പോ നിങ്ങളുടെ മനസ്സിൽ ഒരു ലെറ്റർ ഒക്കെ ഉണ്ടാവില്ലേ, എങ്ങനെ എന്തൊക്കെ ടില്ലിന് പറയാനുണ്ടാവും. അപ്പോ അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഏതായാലും നമുക്ക് ഇപ്പോ ഇവിടെ വായിച്ചു നോക്കാം. അപ്പൊ നോക്കിയേ, സംഭവം നോക്കിക്കോ. ഫസ്റ്റ് ഒരു ലെറ്റർ എഴുതുമ്പോ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണെന്ന് ആദ്യം ഒന്ന് പറയാം. നോക്കിയടാ, ആരാണ് ലെറ്റർ എഴുതുന്നത്? ടില്ലാണ് എഴുതുന്നത്. അപ്പൊ ടില്ല് ആരാണ്? സെൻഡർ. അയക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയാ? സെൻഡർ എന്ന് പറയാം. അപ്പൊ സെന്ററിന്റെ ഭാഗത്തുനിന്ന് ആദ്യം വേണ്ട സംഭവം എന്താണ്? സെൻഡേഴ്സ് അഡ്രസ്. നമ്മളുടെ സുഹൃത്തുക്കൾക്ക് എഴുതുന്ന ലെറ്ററിനെയാണ് നമ്മൾ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയാം. എന്താ പറയാ? ഇൻഫോർമൽ ലെറ്റർ എന്നാണ് പറയാം. അപ്പോ ടില്ലിന്റെ കൂട്ടുകാർ എഴുതുന്ന ലെറ്റർ ഏതാണ്? ഇൻഫോർമൽ ലെറ്റർ ആണ്. അപ്പൊ ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് നോക്കിക്കോ. സെൻഡേഴ്സ് അഡ്രസ്. സെൻഡേഴ്സ് അഡ്രസ് പറഞ്ഞാൽ ആരാണോ അയക്കുന്ന ആളുടെ അഡ്രസ്. ഇവിടെ ടില്ലാണ് അയക്കുന്നത്. ടില്ല് എവിടെ നിന്ന് അയക്കുന്നത്? ദ പാലസ് ഓഫ് ആർച്ച് ഡ്യൂക്ക് ബാറ്റൻബർഗിൽ ഈ പറയുന്ന ആർച്ച് ഡ്യൂക്കിന്റെ പാലസിൽ നിന്നാണ് ടില്ല് ലെറ്റർ എഴുതുന്നത്. അപ്പൊ അതാണ് ഇവിടെ ടില്ലിന്റെ അഡ്രസ്. രണ്ടാമത് എന്ത് എഴുതും? രണ്ടാമത് നമ്മള് ഡേറ്റ് എഴുതും അല്ലേ. ഡേറ്റ് എപ്പോഴും സൂക്ഷിച്ചോ. 1 ജൂലൈ 2023. ഡേറ്റ് എപ്പോഴും നമുക്ക് ഇമാജിനറി ഡേറ്റ് ചെയ്താട്ടോ. ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡേറ്റില് ഈ മന്ത് ഇല്ലടാ. മന്ത് എന്ന് വെച്ചാൽ എന്താ? മാസം. ഈ മാസം എപ്പോഴും വേർഡ്സിൽ എഴുതാൻ പാടുള്ളൂ. നമുക്കറിയാം ജൂലൈ 7ാമത്തെ മാസമാണ്. ജൂലൈ 7ാമത്തെ മാസമാണെന്ന് വിചാരിച്ചിട്ട് 1/7/23 അങ്ങനെ എഴുതാൻ പാടില്ല. പകരം എന്ത് എഴുതണം? 1 ജൂലൈ 2023. ജൂലൈ എന്നുള്ളത് വേർഡ്സിൽ തന്നെ എഴുതണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സെപ്റ്റംബർ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതും? SCP, ആദ്യത്തെ 3 അക്ഷരം എഴുതിയാൽ മതി. നവംബർ ആണെങ്കിൽ എന്ത് എഴുതും? NOV, ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോ നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള ഡേറ്റ് ചെയ്താൽ സൂക്ഷിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, മന്ത് എപ്പോഴും എന്ത് ചെയ്യണം? വേർഡ്സിൽ തന്നെ എഴുതണം. അടുത്ത് നോക്കിയേ, ഡിയർ ഫ്രണ്ട്. ഇതിനെന്താ പറയാ? സെല്യൂട്ടേഷൻ എന്ന് പറയും അല്ലെ. സെല്യൂട്ടേഷൻ ആണ് ഈ സംഭവത്തിന് പറയാം. ഇവിടെ ഒരു സുഹൃത്തിനാണ് ലെറ്റർ എഴുതുന്നത്. അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്ന് പറഞ്ഞാണ് ഡിയർ ഫ്രണ്ട് ഉപയോഗിച്ചേക്കണേ. അപ്പോ നമ്മ ഇപ്പൊ നമ്മൾ ഒന്ന് വിചാരിക്കാം, ഒരു ഫോർമൽ ലെറ്റർ ആയിരുന്നു, ഒരു ഉദ്യോഗസ്ഥന് എഴുതുന്ന ലെറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ പ്രിൻസിപ്പൾ എഴുതുന്ന ലെറ്റർ. അപ്പോ നമ്മുടെ പ്രിൻസിപ്പളിന് അയക്കുന്ന ലെറ്റർ ഏതാണോ? ഫോർമൽ ലെറ്റർ ആണ്. അപ്പോൾ പ്രിൻസിപ്പളിന് അയക്കുമ്പോൾ നമ്മൾ സെല്യൂട്ടേഷനിൽ എന്താണ് ഉദ്ദേശിക്കുക? നമ്മൾ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൾ, അതായത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ. ഇപ്പൊ മുഖ്യമന്ത്രിക്കാണെങ്കിലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പൊ നമ്മൾ എന്തായിരിക്കും ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക? റെസ്പെക്റ്റഡ് ചീഫ് മിനിസ്റ്റർ. അപ്പോ അത് ഫോർമൽ ലെറ്ററിൽ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടുത്തെ സെല്യൂട്ടേഷൻ നോക്കിയേ, ഡിയർ ഫ്രണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? ഇൻഫോർമൽ ലെറ്ററിൽ. കൂട്ടുകാർക്ക് ഒക്കെ അയക്കുന്ന, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക്, നമുക്ക് സ്നേഹമുള്ളവർക്ക്, നമുക്ക് അടുപ്പുള്ള ആൾക്കാർക്ക് അയക്കുന്നതാണ് ഇൻഫോർമൽ ലെറ്റർ. അപ്പൊ ഈ ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് അനുസരിച്ച് ഡേറ്റ് കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്ന സംഭവമാണ് ഈ പറയുന്ന സെല്യൂട്ടേഷൻ. അതിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ലവിങ്, അങ്ങനത്തെ നമുക്കൊരു സ്നേഹം ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവട്ടെ. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിയർ എന്നുള്ളൊരു വാക്ക്. ഡിയർ യൂസ് ചെയ്തു, പ്രിയപ്പെട്ട. ആർക്കാണ് അയക്കുന്നത്? ഫ്രണ്ടിനാണ്. അപ്പോ ഇവിടെ ഇപ്പൊ നമ്മളൊരു പേര് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടമുണ്ടെങ്കിൽ ടില്ലിന്റെ ഫ്രണ്ടിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് കൊടുക്കാം കേട്ടോ. അപ്പോ ടില്ലിന്റെ ഫ്രണ്ടിന് നമ്മുടെ ഫ്രണ്ട് തന്നെ ഉദ്ദേശിച്ചു. അപ്പൊ നമ്മൾ എന്ത് എഴുതി? ഡിയർ ഫ്രണ്ട് തന്നെയാണ് യൂസ് ചെയ്തത്. ഡിയർ ഫ്രണ്ട്. ഡിയർ ഫ്രണ്ടിന്റെ എന്ത് ഇടണം? കോമ ഇടണം. കോമയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്, ആരും കോമയൊന്നും മറന്നു വിട്ടു. അപ്പൊ ഫോർമാറ്റ് ഒന്നുകൂടി നോക്കിയടാ. ഫസ്റ്റ് എന്താണ്? സെൻഡേഴ്സ് അഡ്രസ്, അയക്കുന്ന ആളുടെ അഡ്രസ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പേര് എഴുതാൻ പാടില്ല. സെൻഡേഴ്സ് അഡ്രസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സെൻഡേഴ്സ് നെയിം ആൻഡ് അഡ്രസ് നമ്മൾ പറഞ്ഞിട്ടില്ല. സെൻഡേഴ്സ് അഡ്രസ് എന്ന് പറയുമ്പോൾ അയക്കുന്ന ആളുടെ അഡ്രസ് മാത്രം മതി. ഇവിടെ ആരാ അയക്കുന്നത്? ടില്ലാണ് അയക്കുന്നത്. ടില്ലെന്ന് എഴുതേണ്ട കാര്യമില്ല, ടില്ലിന്റെ പേര് വേണ്ട, നമുക്ക് എന്ത് മതി? ടില്ലിന്റെ അഡ്രസ് മാത്രം മതി. അതിനുശേഷം നോക്കിയാടാ, നമ്മള് ഒരു ഡേറ്റ് കൊടുത്തു. ഡേറ്റിൽ എന്താ ശ്രദ്ധിക്കണ്ടേ? മാസം എഴുതുമ്പോൾ എപ്പോഴും വേർഡ്സിൽ തന്നെ എഴുതണം. മാസത്തിന്റെ ഡേറ്റ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നോക്കി, നമ്മൾ സെല്യൂട്ടേഷൻ പറഞ്ഞു അല്ലെ. നമുക്കറിയാം ഫ്രണ്ടിനാണ് അയക്കുന്നത്. ഫ്രണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അത് ഏത് കാറ്റഗറിയിലാണ്? ഇൻഫോർമൽ ലെറ്റർ ആണ്. ഇൻഫോർമൽ ലെറ്ററിൽ എന്താണ് എഴുതണ്ടേ? ഡിയർ എന്നുള്ളൊരു വാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിയർ ഫ്രണ്ട്, കോമയെ മറക്കരുത്. ഇനി നമുക്ക് സംഭവത്തിലേക്ക് കടക്കാം. എന്തായിരിക്കും ടില്ലിന്റെ ഫ്രണ്ടിനോട് ആർച്ച് ഡ്യൂക്കിനായിട്ടുള്ള എക്സ്പീരിയൻസിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നോക്കിയേ,
ഹൗ ആർ യു, ഹോപ്പ് യു ആർ കീപ്പിംഗ് ഫൈൻ. ഓക്കെ, ആദ്യം തന്നെ നേരെ ചാടി കയറി ഞാൻ ദേ ഈ പറയുന്ന ബാറ്റൻബർഗിൽ ഈ പറയുന്ന ആർച്ച് ഡ്യൂക്കിന്റെ കൂടെയാണ് അങ്ങനെ പറയുന്നില്ല. എങ്ങനെയാ പറയുന്നേ? ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷം അല്ലേ? നമ്മൾ ഒരാളോട് നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ അയാളോട് കുറച്ച് വിശേഷമൊക്കെ ചോദിച്ചിട്ട് പതുക്കേന്ന് നമ്മൾ കാര്യം പറയാം അല്ലേ? അല്ലാണ്ട് ചാടി കയറി കാര്യത്തിലേക്ക് ലെറ്ററിൽ നമ്മൾ കിടക്കില്ല. ഇവിടെ നോക്കി, ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷം, ഹോപ്പ് യു ആർ കീപ്പിംഗ് ഫൈൻ, നിനക്ക് സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് വി മെറ്റ്, നമ്മൾ കണ്ടിട്ട് കുറെ നാളായി. ഐ വോണ്ട് ടു ഷെയർ സം ഗുഡ് ന്യൂസ് വിത്ത് യു, എനിക്ക് നിന്നെയായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ട്, കുറച്ച് നല്ല കാര്യങ്ങളാണ്, ഏതെങ്കിലും ഒരു വിഷമമുള്ള കാര്യമൊന്നുമല്ല, കുറച്ച് ഗുഡ് ന്യൂസ് ആണ് ഷെയർ ചെയ്യാനുള്ളത്. മൈ ഗ്രേറ്റസ്റ്റ് അംബിഷൻ ടു മീറ്റ് ദ ആർച്ച് ഡ്യൂക്ക് ഹാസ് ബീൻ ഫുൾഫിൽഡ് വിത്ത് ഗോഡ്സ് മെർസി. ദൈവത്തിന്റെ ദയ അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എനിക്ക് എന്ത് സാധിച്ചു? എന്റെ കുറെ നാളായിട്ടുള്ള എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നു നിനക്ക് അറിയാലോ? നോക്കിയേ, മൈ ഗ്രേറ്റസ്റ്റ് അംബിഷൻ ടു മീറ്റ് ആർച്ച് ഡ്യൂക്ക്, ആർച്ച് ഡ്യൂക്കിനെ കാണണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം കുറെ നാളത്തെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അത് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദയാൽ എനിക്കത് സാധിക്കാൻ പറ്റി. ഇറ്റ് വാസ് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ടു മീറ്റ്. അത് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല അടിപൊളിയാണ് ഇയാളെ കാണാനൊക്കെ പോകാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ത്രില്ലിലായിരുന്നു. അദ്ദേഹത്തിനെ കാണാൻ ഒരു ചാൻസ് കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ത്രില്ല് ഫീൽ ചെയ്തു. അടുത്ത് നോക്കിയേ, ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി ഓൺ മൈ ഡോങ്കി. അപ്പൊ എങ്ങനെയാണ് പോയെന്ന് പറയാനല്ലേ? അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ടിൽ എങ്ങനെയാണ് ഈ പറയുന്ന കൊട്ടാരത്തിന്റെ മുമ്പിൽ എത്തിയത്? ഒരു ഡോങ്കിയുടെ പുറത്ത് കയറിയിട്ടാണ്. അപ്പൊ ആളുടെ വാഹനം എന്തായിരുന്നു? ഡോങ്കി ആയിരുന്നു. നമ്മൾ കാറിനൊക്കെ പോകണമെന്ന് പറഞ്ഞ പോലെ പുള്ളിയുടെ എങ്ങനെയായിരുന്നു? ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി ഓൺ മൈ ഡോങ്കി. എന്റെ ഡോങ്കിയുടെ മേലിൽ ഇരുന്നിട്ടാണ് ഞാൻ പോയത്. ഐ വാസ് സ്റ്റാർവിംഗ് ഫോർ മെനി ഡേയ്സ്. സ്റ്റാർവിംഗ് എന്ന് വെച്ചാൽ എന്താ? കുറേ ദിവസമായിട്ട് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ആളൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതാ പറഞ്ഞാൽ കുറേ ദിവസം ഒന്നും കഴിക്കാണ്ടൊക്കെ ഇരുന്നോണ്ട് എനിക്ക് ഭയങ്കര വിശപ്പിലായിരുന്നു ഞാൻ ആ സമയത്ത്. ഐ ഡിഡ്ന്റ് ഈറ്റ് എനിത്തിങ് ഫോർ ഡേയ്സ്. കുറേ ദിവസത്തേക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എൻ അഡ്വഞ്ചറസ് ടാസ്ക്. ഇത് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. കാരണം അങ്ങോട്ട് എത്തിപ്പെട്ടത് വെറുതെ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഈ പറയുന്ന പാലസിലേക്ക് എത്തിയതല്ല. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഭയങ്കര സാഹസികമൊക്കെ നിറഞ്ഞ ഒരു യാത്ര തന്നെയായിരുന്നു അത്. I could meet the captain of guard and he allowed me to meet the archduke. എന്നെ ആദ്യം ആരെയാണ് കാണാൻ പറ്റിയത്? ആദ്യം അവിടുത്തെ ഗാർഡിനെയാണ് കാണാൻ പറ്റിയത് അല്ലേ? ഒരു പാലസിൽ ചെല്ലുമ്പോൾ ആദ്യം ഗാർഡ്സ് നമ്മളെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ടാണ് കടന്നു പോയിക്കോളാൻ പറയോ? ഇല്ല, ആദ്യം ആരെ കണ്ടു? ഗാർഡിനെ കണ്ടു. അപ്പൊ ഗാർഡാണ് എന്ത് ചെയ്തത്? എന്നെ അകത്തേക്ക് കയറ്റി വിട്ടത്. ഐ എൻജോയ്ഡ് ദി ജോണറസ് ബിഹേവിയേഴ്സ് ആൻഡ് ഹിസ് ഫൈൻ ട്രീറ്റ്. അയാളുടെ നല്ലൊരു ട്രീറ്റ്മെന്റ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് ക്രൂരത ഒന്നും അയാൾ ചെയ്തില്ല. It was a fantastic experience to see the beauty of the palace. ഈ പറയുന്ന പാലസിന്റെ ബ്യൂട്ടി ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ വിചാരിക്കുന്നേക്കാൾ അതിമനോഹരമായിരുന്നു ആർച്ച് ഡ്യൂക്കിന്റെ പാലസ്. ആർച്ച് ഡ്യൂക്കിന്റെ പെരുമാറ്റം, അദ്ദേഹം എനിക്ക് തന്ന ഫുഡ്, അദ്ദേഹത്തിന്റെ സ്നേഹം, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ദേ സർവ് ടേസ്റ്റി ഫുഡ് ടു. അവര് എന്തും കൂടി ചെയ്തു. കുറെ ദിവസമായിട്ട് വിശന്നിരിക്കുന്നതുകൊണ്ട് അവർ എനിക്ക് എന്തുകൂടി തന്നു? ഫുഡ് കൂടി തന്നു. ആർച്ച് ഡ്യൂക്കിന്റെ കൂടെ ഇരുന്ന് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റി. അപ്പൊ ആർച്ച് ഡ്യൂക്ക് എനിക്ക് തന്ന എന്താണ് ഒരു പരിഗണന, ആർച്ച് ഡ്യൂക്ക് എനിക്ക് തന്നൊരു സ്നേഹം, ഈ പറയുന്ന ബാക്കിയുള്ളവർ എൻ്റെ അടുത്ത് വന്ന് പെരുമാറിയ രീതി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നിന്റെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്. ഐ മിസ് യു എ ലോട്ട്. I miss you a lot. Hope to meet you soon. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഒരുപാട് നാളിന് ശേഷമാണ് ഈ പറയുന്ന ആളെ ഒരുപാട് നാളെ ആളെ കണ്ടിട്ട്. അപ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിന്നെ എപ്പോഴും കാണണമെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അതേപോലെ തന്നെ ഹോപ്പ് ടു മീറ്റ് യു സൂൺ. നിന്നെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എപ്പോൾ വേണമെങ്കിലും നിന്നെ ഒന്ന് കാണണം. ഏറ്റവും ആദ്യത്തെ ദിവസം എപ്പോഴാണോ അപ്പം എനിക്ക് നിന്നെ കാണാൻ പറ്റട്ടെ. എത്രയും പെട്ടെന്ന് എനിക്ക് നിന്നെ കാണാൻ പറ്റട്ടെ. അങ്ങനെയുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്താം. അപ്പൊ നോക്കിയേ, ഇനി ശ്രദ്ധിച്ചോ. ഈ പറയുന്ന നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന എന്താണ് സെൻഡേഴ്സ് അഡ്രസ് എഴുതി, ഡേറ്റ് എഴുതി, സല്യൂട്ടേഷൻ എഴുതി. ആദ്യത്തെ ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി അല്ലേ? ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ശ്രദ്ധിച്ചേ. ഈ പറയുന്ന നമ്മൾ ഈ കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ഇവർ പറഞ്ഞു, എന്തൊക്കെയാണ് സംഭവം, എങ്ങനെയാണ് അവിടെ എത്തിയത്, അവിടെ എക്സ്പീരിയൻസ്, അതായത് ചോദ്യം അല്ലേ? ചോദ്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു. ഇനി ലാസ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് എന്ത് എഴുതണം? നോക്കിയടാ, ഈ അറ്റത്തുനിന്ന് തന്നെ എഴുതിക്കോ. യുവേഴ്സ് എപ്പോഴും നോക്കാം, ഇവിടെ അപ്പോസ്ട്രോഫി ഇടേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്തു? യുവേഴ്സ് ലവിംഗ്ലി, നിന്റെ സ്നേഹത്തോടു കൂടി. ആരാണ്? ടില്ലിന്റെ പേര് ചെയ്തു. ഇത്രയാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ നിങ്ങളിവിടെ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വേണമെങ്കിൽ നോക്കിക്കോ. ഭയങ്കര ഈസിയാണ്. സംഭവം എന്താ? ട്രൂ ഓർ ഫോൾസ് ആണ്. നമുക്കറിയാലേ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ട്രൂ ഓർ ഫോൾസ്. നോക്കിയേ, ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. നോക്കിക്കോ.
ഇവിടെ കുറച്ച് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയേക്കുന്നത്? ടിൽ അറൈവ്സ് അറ്റ് ദ പാലസ് ഓഫ് ദി ആർച്ച് ഡ്യൂക്ക്. ടിൽ അറൈവ് ചെയ്തു, അതായത് ടിൽ ഒരു സ്ഥലത്ത് എത്തി. എവിടെ എത്തി? ആർച്ച് ഡ്യൂക്കിന്റെ പാലസ്, ആർച്ച് ഡ്യൂക്കിന്റെ കൊട്ടാരത്തിൽ ടില്ല് എത്തി എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ്. ഇത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ സത്യമാണോ നുണയാണോ എന്നാണ്. ടില്ല് ഈ പറയുന്ന ആർച്ച് ഡ്യൂക്കിന്റെ പാലസിൽ എത്തിയിട്ടില്ലേ, അതുകൊണ്ട് തന്നെയല്ലേ അവൻ അവിടുത്തെ കോട്ട് പെയിന്റർ ആവാൻ കാരണം. അപ്പൊ നമുക്ക് എന്തറിയാം? ട്രൂ ആണ്, ടില്ല് അവിടെ എത്തി, നമുക്കറിയാം. അടുത്ത് നോക്കി, ടിൽ മീറ്റ്സ് ദി ആർച്ച് ഡ്യൂക്ക്. നമ്മളുടെ കഥാനായകൻ അതായത് ടില്ല് ആർച്ച് ഡ്യൂക്കിനെ മീറ്റ് ചെയ്തു നമുക്കറിയാലോ. ആദ്യം ആരെ കണ്ടു? ഈ പറയുന്ന ഗാർഡിനെ കണ്ടിട്ട് പതുക്കെ പതുക്കെ എവിടെ എത്തി? ആർച്ച് ഡ്യൂക്കിന്റെ മുമ്പിൽ എത്തി, അവിടുത്തെ കോട്ട് പെയിന്റർ വരെയായി. അപ്പൊ അതും ട്രൂ ആണ്. അടുത്ത് നോക്കിയേ, ഹി ഷോസ് ദ പിക്ചർ ഓഫ് ഇൻഫന്റ് ജീസസ് ടു ദ ആർച്ച് ഡ്യൂക്ക്. ഇൻഫന്റ് ജീസസിന്റെ ഫോട്ടോ ആണോ കാണിച്ചു കൊടുത്തത്? അല്ല, ഇൻഫന്റ് ജീസസിന്റെ ഫോട്ടോ അല്ല, ഒരു ഫീമെയിൽ ഫിഗർ ആയിരുന്നു കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഇൻഫന്റ് ജീസസിന്റെ ഫോട്ടോ ആർച്ച് ഡ്യൂക്കിനെ കാണിച്ചു കൊടുത്തു എന്നുള്ള ഈ ഡയലോഗ് തെറ്റാണ്, ഫോൾസ് ആണ്. അപ്പൊ നമ്മൾ ഫോൾസിന്റെ അടിയിലാണ് മാർക്ക് ചെയ്ത്. അടുത്ത് നോക്കിയടാ, ദ ആർച്ച് ഡ്യൂക്ക് ഡസന്റ് ലൈക്ക് ടു അപ്പോയിന്റ് ടിൽ ആസ് ദ കോട്ട് പെയിന്റർ. ഈ പറയുന്ന ബാറ്റൻബർഗിലെ പാലസിൽ കോട്ട് പെയിന്റർ ആയിട്ട് ടില്ലിനെ നിയമിക്കാൻ ആർക്ക് താല്പര്യമില്ല? ഈ പറയുന്ന ആർച്ച് ഡ്യൂക്കിന് താല്പര്യമില്ല. സത്യമാണോ? അല്ല, ആർച്ച് ഡ്യൂക്കിന് ടില്ലിനെ വളരെയധികം ഇഷ്ടമായി. അതോടൊപ്പം അവനെ എവിടെ അപ്പോയിന്റ് ചെയ്തു? ഈ പറയുന്ന കോട്ട് പെയിന്റർ ആയിട്ട് ഇവരുടെ കൊട്ടാരത്തിൽ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ എന്താണ്? ഇത് തെറ്റാണ്. താല്പര്യമില്ല, നമുക്ക് ഡസന്റ് ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ ഡസന്റ് ലൈക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. അവൻ ഇഷ്ടപ്പെട്ടിട്ട് അവരവിടെ കോട്ട് പെയിന്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. നോക്കിയേ, ടിൽ എൻജോയ്സ് ഡിന്നർ വിത്ത് ആർച്ച് ഡ്യൂക്ക്. ആർച്ച് ഡ്യൂക്കിന്റെ കൂടെയുള്ള ആ ഒരു ഭക്ഷണം കഴിക്കലുണ്ടായിരുന്നല്ലോ, വൈകുന്നേരം ആയപ്പോൾ ഡിന്നർ ടൈം ആയപ്പോൾ ആർച്ച് ഡ്യൂക്കിന്റെ കൂടെ ആര് ഭക്ഷണം കഴിച്ചു? ടില്ല് ഭക്ഷണം കഴിച്ചു. അത് അവൻ എൻജോയ് ചെയ്തു, അവനെ അത് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. സത്യമല്ലേ? സത്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ഇടണം? ട്രൂ ഇടും. നോക്കിയേ, ട്രൂവിന്റെ താഴെ നമ്മൾ ടിക്ക് ഇട്ടു. അടുത്ത് നോക്കിയേ, ദ കോർട്ടിയേഴ്സ് ആർ സ്റ്റിൽ ടു പെയിന്റ് ദം ആസ് ദേ ലുക്ക് ലൈക്ക്. കോർട്ടിയേഴ്സ് അതായത് ഈ പറയുന്ന കോർട്ടിലുള്ള ബാക്കിയുള്ള സഭാംഗങ്ങളൊക്കെ ടില്ലിന്റെ അടുത്ത് എന്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്? ആസ്ക് ടിൽ ടു പെയിന്റ് ദം ആസ് ദേ ലുക്ക് ലൈക്ക്. അവരെ കാണാൻ എങ്ങനെയാണോ, അവരെ കാണാൻ ഇപ്പോ അധികം ഭംഗിയില്ലെങ്കിൽ അതേപോലെ തന്നെ മതി, അവർക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ മതി, അവരെ ഒറിജിനൽ ആയിട്ട് കാണാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ എന്നോട് പെയിന്റ് ചെയ്ത് വെച്ചാൽ മതി എന്നാണ് ഈ കോർട്ടിയേഴ്സ് അല്ലെങ്കിൽ സഭാംഗങ്ങളൊക്കെ പറഞ്ഞത് എന്നാണ് ഈ ഡയലോഗ്. അത് ശരിയാണോ? അല്ല. അവരെന്താ പറഞ്ഞേ? അവർക്കുള്ള കുറവുകളൊക്കെ മാറ്റി അവരെ സുന്ദരിമാരും ആയിട്ട് പെയിന്റ് ചെയ്ത് വെക്കണം എന്നായിരുന്നു ആരുടെ ആഗ്രഹം? ഈ പറയുന്ന സഭാംഗങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഇവർ ഈ പറയുന്ന ഡയലോഗ് ശരിയാണോ? കോർട്ടിയേഴ്സ് ആർ സ്റ്റിൽ ടു പെയിന്റ് ദം ആസ് ദേ ലുക്ക് ലൈക്ക്. അവരെങ്ങനെയാണോ കാണാൻ അതേപോലെ തന്നെ പെയിന്റ് ചെയ്താൽ മതി എന്നാണോ പറഞ്ഞത്? അല്ല, അവരങ്ങനെയല്ല പറഞ്ഞത്. അവർക്കുള്ള മാറ്റങ്ങളൊക്കെ വരുത്തണം, അവര് സുന്ദരിമാരാക്കണം എന്നാണ് അവർ പറഞ്ഞത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കി എളുപ്പമല്ലേ? സെന്റൻസ് വായിക്കാം, നമുക്ക് കഥ അറിയാലോ. കഥ അറിയുന്നിടത്തോളം കാലം ട്രൂ ഓർ ഫോൾസ് തെറ്റില്ല. കാരണം അത് സത്യമാണോ നുണയാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് അടുത്ത നോക്കാം, കോൺവെർസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സംഭാഷണം. രണ്ടുപേരോ രണ്ടിൽ കൂടുതൽ പേരോ ഒക്കെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയാ? സംഭാഷണം. ഇംഗ്ലീഷിൽ എന്ത് പറയും? കോൺവെർസേഷൻ എന്ന് പറയും. ഇവിടെ നോക്കിയേ, കോൺവെർസേഷന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ നോക്കിയാലോ, till the painter was stopped at the entrance of the palace by the captain preparing conversation between them. ഈ പറയുന്ന ക്യാപ്റ്റനും ടില്ലും കൂടി തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമുക്ക് വേണ്ടത്. ക്വസ്റ്റ്യനിൽ പറയാണ്, ടിൽ ദ പെയിന്റർ, ടിൽ എന്ന് പറയുന്ന പെയിന്ററെ എൻട്രൻസ് ആ പറയുന്ന പാലസിലേക്ക് കടക്കുന്ന ഗേറ്റിന്റെ അവിടെ വെച്ച് ആര് തടഞ്ഞു? സ്റ്റോപ്പ് ചെയ്തു. ആര് സ്റ്റോപ്പ് ചെയ്തു? ക്യാപ്റ്റൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ക്യാപ്റ്റനും ടില്ലും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കണം. എളുപ്പമല്ലേ? നമുക്ക് നോക്കാം. നോക്കിയേ, ക്യാപ്റ്റൻ പറയാണ്, സ്റ്റോപ്പ് ഹിയർ, ഹൗ ഡെയർ യു എൻ്റർ ദ പാലസ്? ടിൽ, എക്സ്ക്യൂസ് മീ സർ, ലെറ്റ് മീ ഗോ. ക്യാപ്റ്റൻ പറയാണ്, നിക്കവിടെ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഈ പറയുന്ന പാലസിന്റെ ഉള്ളിലേക്ക് നീ കയറാൻ വേണ്ടിയിട്ട്? ഇതാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും നമ്മളെ ടില്ല് മറുപടി പറയാ? ടില്ല് പറഞ്ഞു, എക്സ്ക്യൂസ് മീ സർ, ലെറ്റ് മീ ഗോ. എക്സ്ക്യൂസ് മീ, ഒന്ന് ഞാൻ പറയുന്നത് കേൾക്കാൻ, ഒന്ന് അകത്തേക്ക് കടത്തി വിടൂ എന്നാണ് ടില്ല് മറുപടി കൊടുക്കുക. രണ്ടാമത് നോക്കി, ക്യാപ്റ്റൻ, വാട്ട് എ ഷാബി ഡ്രസ്, യു ലുക്ക് ലൈക്ക് എ ജോക്കർ, ഡോണ്ട് യു? ടിൽ, റിയലി? അപ്പൊ ക്യാപ്റ്റൻ പറയാണ്, വാട്ട് എ ഷാബി ഡ്രസ്, എന്ത് വൃത്തിയായിട്ട ഡ്രസ്സാണ്, ഒരു കൊള്ളൂലാത്തൊരു ഡ്രസ്സ് ഇട്ട് വന്നേക്കാണ്, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ അകത്തേക്ക് കയറ്റിവിടുക? നോക്കി, യു ലുക്ക് ലൈക്ക് എ ജോക്കർ. നമുക്ക് അറിയാം ഇങ്ങനെ പറഞ്ഞോന്ന്, നിന്നെ കാണാൻ ഒരു ജോക്കറെ പോലുണ്ട്, അല്ലെങ്കിൽ ഒരു കോമാളിനെ പോലുണ്ട്, നിന്റെ ഡ്രസ്സൊന്നും കൊള്ളില്ല, നിന്നെ കാണാൻ ഒരു കോമാളിനെ പോലുണ്ടെന്നാണ് ആര് പറയുന്നത്? ക്യാപ്റ്റൻ പറയുന്നത്. അപ്പോ ടില്ല് പറയാണ്, റിയലി? ആണോ, അങ്ങനെയാണോ എന്ന് ആര് ചോദിച്ചു? ടില്ല് ചോദിച്ചു. അപ്പോ അടുത്ത ഡയലോഗ് ഓക്കെ, ക്യാപ്റ്റൻ, യു ആൻഡ് യുവർ ഡോങ്കി ആർ skeletons, don't you? ടിൽ, യെസ് സർ, ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്, ഐ ഹാവ് ബീൻ ഹംഗ്രി ഫോർ മെനി ഡേയ്സ്. അപ്പോ ക്യാപ്റ്റൻ
ക്യാപ്റ്റൻ പറയാണ് ഓക്കെ, യു ആൻഡ് യുവർ ഡോഗി ആർ സ്കെൽറ്റൻസ്. നീയും നിന്റെ ഈ പറയുന്ന കഴുതയും സ്കെൽറ്റൻസ് ആണ്, അസ്ഥിക്കൂടങ്ങൾ പോലെയാണ് അല്ലേ എന്ന് ആര് ചോദിക്കാണ്? ക്യാപ്റ്റൻ ചോദിക്കുകയാണ്. അപ്പോൾ ടില്ല് പറയാണ് ശരിയാണ് സാർ, പക്ഷെ അത് എന്റെ തെറ്റല്ല. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഐ ഹാവ് ബിൻ ഹംഗ്രി ഫോർ മെനി ഡേയ്സ്, കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് വിശപ്പിലാണ്, ഭയങ്കരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. അല്ലാണ്ട് ഞങ്ങൾ മനഃപൂർവ്വം ഈ പറയുന്ന അസ്ഥികൂടങ്ങൾ പോലെ ആയതല്ല. ഞാനും എന്റെ കഴുതയും ജനിച്ചപ്പോൾ തന്നെ അസ്ഥികൂടങ്ങളൊന്നും ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആര് പറഞ്ഞു കൊടുത്തു? ഈ പറയുന്ന ടില്ല് ക്യാപ്റ്റന് മറുപടി കൊടുത്തു. അപ്പൊ ക്യാപ്റ്റൻ പറയാണ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ടിൽ, ഐ നീഡ് ടു മീറ്റ് ദ ആർച്ച് ഡ്യൂക്ക്, ലെറ്റ് മീ ഷോ യുവർ ഹൈനസ് മൈ പെയിന്റിംഗ്, ഇറ്റ് ഈസ് മൈ മാസ്റ്റർ പീസ്. അപ്പൊ നോക്കിയേ ക്യാപ്റ്റൻ അപ്പൊ ഇത് കേട്ടപ്പോ ക്യാപ്റ്റൻ ചോദിക്കണം, ആ ഓക്കെ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? നിന്നെ ഞാൻ എങ്ങനെയാണ് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുക? എന്താണ് നിനക്ക് വേണ്ടത്? അപ്പൊ ടില്ല് മറുപടി പറയാണ് എനിക്ക് ആരെ കാണണം? ഐ നീഡ് ടു മീറ്റ് ദ ആർച്ച് ഡ്യൂക്ക്, എനിക്കൊന്ന് ആർച്ച് ഡ്യൂക്കിനെ കണ്ടാൽ മതി. ലെറ്റ് മീ ഷോ യുവർ ഹൈനസ് മൈ പെയിന്റിംഗ്, അദ്ദേഹത്തിന്റെ ഞാൻ എന്റെ പെയിന്റിംഗ് ഒന്ന് കാണിച്ചോട്ടെ. ഇറ്റ് ഈസ് മൈ മാസ്റ്റർ പീസ്, അതെന്റെ മാസ്റ്റർ പീസ് ആണ്, ഞാൻ വരച്ച ഏറ്റവും നല്ല പെയിന്റിംഗ് ആണത്. അപ്പൊ അതൊന്നും എനിക്ക് അദ്ദേഹത്തിനെ കാണിക്കണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. ക്യാപ്റ്റൻ, ഓ യു ആർ എ പെയിന്റർ? ടിൽ, യെസ് സർ. അപ്പൊ ക്യാപ്റ്റൻ ചോദിക്കുകയാണ്, ആ നിങ്ങളൊരു പെയിന്റർ ആണോ? നമുക്കറിയാം അല്ലെ, ഫ്ലാൻഡേഴ്സ് എന്നുള്ള പെയിന്റർ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാവരും, ഭയങ്കര ഫേമസ് ആണ് യൂറോപ്പിൽ. അപ്പോൾ ഇദ്ദേഹം ഒരു പെയിന്റർ ആണ്, ഇദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ഈ പറയുന്ന ആർച്ച് ഡ്യൂക്കിനെ കാണിക്കാൻ വന്നേക്കാണെന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റന്റെ മനോഭാവം ചെറുതായിട്ടൊന്ന് മാറി. ക്യാപ്റ്റൻ പറയുന്നു, ഓ നിങ്ങളൊരു പെയിന്റർ ആണോ? അപ്പോ ഇയാൾ ടിൽ എന്ന് പറയും, യെസ് അതെ ഞാനൊരു പെയിന്റർ ആണ്. ഫ്രം ഫ്ലാൻഡർ. ക്യാപ്റ്റൻ, വേർ ആർ യു ഫ്രം? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ക്യാപ്റ്റൻ ചോദിക്കണം, എല്ലാം നിങ്ങൾ എവിടെ നിന്നാണ്, ഏതാണ് നിങ്ങളുടെ സ്ഥലം? ടില്ല് മറുപടി പറയാണ് ഫ്രം ഫ്ലാൻഡേഴ്സ്, ഫ്ലാൻഡേഴ്സിൽ നിന്നാണ്. അപ്പൊ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറി ഒതുങ്ങി. കാരണം എന്താണ്? ഫ്ലാൻഡേഴ്സിലെ ഈ പറയുന്ന പെയിന്റേഴ്സ് ഭയങ്കര ഫേമസ് ആണ്, യൂറോപ്പ് ഒന്നാണെന്ന് തന്നെ ഇവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. എവിടെന്നെങ്കിലും ഒരു ഫ്ലാൻഡേഴ്സ് ഒരു പെയിന്റർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിയാൽ അദ്ദേഹത്തിനെ തേടി ഒരുപാട് ആൾക്കാർ വരും. അതുകൊണ്ട് തന്നെ ഫ്ലാൻഡേഴ്സിൽ നിന്നുള്ള ഒരു പെയിന്റർ ആണെന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റന്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഇവനെ കടത്തി വിടാൻ പോവാണ്. അടുത്ത ഡയലോഗ് ഓക്കെ, ക്യാപ്റ്റൻ, വെൽ യു മേ ഗോ നൗ. ടിൽ, താങ്ക് യു സർ. അപ്പൊ ക്യാപ്റ്റൻ പറയാണ്, ഓ അപ്പൊ കുഴപ്പമില്ല, ഫ്ലാൻഡേഴ്സിൽ നിന്നാണോ നീ കുഴപ്പമില്ല, വെൽ യു മേ ഗോ നൗ. നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ വലിയ പ്രശ്നമില്ല, അകത്തേക്ക് കയറിക്കോ, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടില്ല് പറയാണ്, ഓ താങ്ക് യു. ടില്ല് എന്ത് പറയും? നന്ദി പറയും, കാരണം അദ്ദേഹത്തിന് അകത്തേക്ക് കടത്തി വിട്ടല്ലോ, അതുകൊണ്ട് തന്നെ നന്ദി പറഞ്ഞ് അവരവിടെ അകത്തേക്ക് പോയി. ഇതാണ് ഈ കോൺവെർസേഷൻ. വളരെ കുഞ്ഞാണ്, പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇത്രയും ചെറുതാക്കി തന്നേക്കുന്നത്. നമ്മൾ ആ കുഞ്ഞ് ഇൻഫോർമേഷൻസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിന് പഠിക്കാം. നോക്കിയേ, 1 2 3 4 5 6 7 ആകെ 7 എണ്ണേ ഉള്ളൂ. ഈ 7 എണ്ണത്തിൽ നോക്കി താങ്ക് യു, വെൽ യു മേ ഗോ നൗ ഒക്കെ നമുക്ക് അത്ര ഒരെണ്ണത്തിൽ കൂട്ടാൻ പോലും പറ്റില്ലല്ലേ, അത്രയും ചെറുതാണ്. ഇതൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പൊ ഇവർ തമ്മിലൊരു കോൺവെർസേഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചു വെക്കണം. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള മേജർ ക്വസ്റ്റ്യൻസ്. ബാക്കിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുപാട് തവണ ഇതിന്റെ സമ്മർ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഈ പറയുന്ന വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 1 മാർക്കിന്റെ മീനിങ്സ് ഒക്കെ എല്ലാവരും പഠിക്കണം, അതൊരിക്കലും മറക്കരുത്, വിട്ടുകളയരുത്. ഇംഗ്ലീഷ് മീനിങ്സ് തന്നെയാണ് നമുക്ക് വേണ്ടത്. അതേപോലെ സ്പീച്ച് ആയാലും കോൺവെർസേഷൻസ് ആയാലും ലെറ്റേഴ്സ് ആയാലും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഫോർമാറ്റിന് മാർക്ക് ഉണ്ട് കേട്ടോ. ഫോർമാറ്റ് തെറ്റിയാൽ ഈ പറയുന്ന ലെറ്റർ തെറ്റിയാൽ അല്ലെങ്കിൽ സ്പീച്ച് തെറ്റിയെന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. എക്സാമിന് എല്ലാവരും നന്നായി പഠിക്കണം. താങ്ക് യു.